നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാധ്യമം. എല്ലാ അർത്ഥത്തിലും ജനാധിപത്യത്തെ നമ്മൾ സംരക്ഷിക്കുന്നതിന് ഏറ്റവും അതിൻ്റെ സംരക്ഷകരായി നാം കരുതുന്നത് ഇപ്പോൾ ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ മാധ്യമ രംഗം തന്നെയാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ വളരെ നിതാന്ത ജാഗ്രതയോടുകൂടി ഈ സമൂഹത്തെ നിരീക്ഷിക്കുകയും ഓരോ കാര്യങ്ങളും സമൂഹത്തെ കൃത്യമായി ഉറങ്ങിക്കിടക്കുന്ന സമൂഹത്തെ ഉണർത്തി അവരെ തിന്മകൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് പടയൊരുക്കം നടത്താൻ നിങ്ങളാണ് അവരെ സജ്ജരാക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്ന എല്ലാ നീതികളും അസമത്വങ്ങളും ഈ സമൂഹത്തിൽ നടമാടുന്ന എല്ലാ അനഭിമതമായ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും അത് ഈ സമൂഹത്തെ അധികാരികളെ എല്ലാം ബോധ്യപ്പെടുത്തുകയും അതിനുവേണ്ടി നിരന്തരം ജാഗരൂകരായി നിങ്ങളിങ്ങനെ വളരെ നിർഭയരായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ പൊതുസമൂഹം പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന പല വിഷയങ്ങളും അവർ പ്രതികരിക്കും മുമ്പേ പറയുന്നതിന് മുമ്പേ നിങ്ങൾ തന്നെയാണ് അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും കൃത്യമായി ശക്തമായി അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതും മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നാണ്. ഇവിടെ ഇപ്പോൾ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ മുമ്പ് അതൊരു പ്രിന്റ് മീഡിയ മാത്രമാണ്, നമ്മൾ ഈ അച്ചടി മാധ്യമങ്ങൾ മാത്രമായിരുന്നു ഒരു കാലം. അതൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഈ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെയൊക്കെ ഒരു കടന്നു വന്നു. ഇന്നിപ്പോൾ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, ഇങ്ങനെ മാധ്യമങ്ങൾ എന്ന ആ നിർവചനം ഇന്നിപ്പോൾ ഒരുപാട് വിപുലമായ അർത്ഥത്തിലാണ് അതിനെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഇന്നിപ്പോൾ ഈ അച്ചടി മാധ്യമങ്ങൾ മാത്രമല്ല, ഇതിപ്പോൾ അപ്പപ്പോ ലോകത്ത് നടക്കുന്ന, ലോകത്തെവിടെയും നടക്കുന്ന, എപ്പോ നടക്കുന്നതായാലും അത് ആ സമയം തത്സമയം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയ ഒരു ദൗത്യം അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ഈ ഒരു യൂണിയൻ കൂടുതലും പ്രാദേശികമായി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ശ്രീ അനിൽവിശ്വാസ് പറയുകയായിരുന്നു, നിങ്ങൾക്ക് 14 ജില്ലാ കമ്മിറ്റികളും ഏതാണ്ട് 140ഓളം അതിൻ്റെ ഉപ മേഖലാ കമ്മിറ്റികളുമൊക്കെ ഉണ്ട്. അങ്ങനെ വിപുലമായ ഒരു ശൃംഖല തന്നെ നിങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ എല്ലാം നേതൃത്വത്തിൽ കേരളത്തെ മുഴുവൻ സമഗ്രമായി നിങ്ങൾ കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു നെറ്റ്വർക്ക് ഇപ്പോൾ സാധ്യമായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നിങ്ങൾ കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും, കേരളത്തിൻ്റെ വികസനം ഉൾപ്പെടെ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും, ഒരു മതസൗഹാർദ്ദമായാലും കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതായാലും ഉൾപ്പെടെ കേരളത്തിന് സാംസ്കാരിക രംഗത്തും എല്ലാം വലിയ സംഭാവനകൾ നൽകുന്ന ഒന്നായിട്ട് കൂടി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാറുന്നു. നിങ്ങൾ കേവലം വാർത്തകൾ നൽകുന്ന ഇത് മാത്രമല്ല, ഇതൊരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ്. ഈ പത്രപ്രവർത്തനം, മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അതൊരു വലിയ സാംസ്കാരിക പ്രവർത്തനമാണ്. നിങ്ങൾ നൽകുന്ന ഓരോ വാർത്തകളും അത് എത്തേണ്ടടുത്ത് കൃത്യമായി എത്തുകയും അത് കൊള്ളേണ്ടടുത്ത് കൃത്യമായി കൊള്ളുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് സമൂഹം ഒന്നടങ്കം നിങ്ങളെ വലിയ പ്രതീക്ഷയോടെ കാണുന്നത്. പക്ഷെ എങ്കിലും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങളുമുണ്ട്. ചില വാർത്തകളൊക്കെ നമ്മൾ അതിൻ്റെ സത്യം ചികഞ്ഞ് നിങ്ങൾ നൽകുന്ന വാർത്തകളുടെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ ചിലതൊക്കെ, ഞാൻ എല്ലാത്തിനെയും കുറിച്ച് ആക്ഷേപിക്കുകയാണ്, ചിലത് അത് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിൽ വ്യാജ നിർമ്മിതികളായിട്ട് കൂടി ചില വാർത്തകൾ വരുന്നു. അത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട്. അത് നമ്മുടെ സമൂഹത്തെ ആകെ ബാധിക്കുന്ന തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ച ഒക്കെ അത്തരം ചില വാർത്തകൾ, അത്തരം ചില വ്യാജ നിർമ്മിതികൾ കൂടി ഉണ്ട്. അത് എല്ലാ മേഖലകളിലും വ്യാജന്മാർ വിലസുമ്പോൾ നമ്മുടെ മാധ്യമരംഗത്തും അത്തരം ചില വ്യാജ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നത് നിങ്ങൾ തിരിച്ചറിയും. അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ആർജവം കൂടി നിങ്ങൾ കാണിക്കേണ്ടതുണ്ട് എന്ന് ഈ ഒരു സമ്മേളനത്തിൽ എനിക്ക് പറയേണ്ടി വരികയാണ്. കാര്യം പലപ്പോഴും നമ്മുടെ ചില വാക്കുകൾ
വ്യാജമായി സൃഷ്ടിക്കപ്പെടുകയാണ്. അതിന് സത്യവുമായി ഒന്നും ഒരു ബന്ധവുമില്ലാത്ത ഒന്നാണ്. ആ രീതിയിലേക്ക് മാറാതെ കൃത്യമായ ഈ സമൂഹത്തിന് ഒരു ദിശാബോധം നൽകുന്ന തരത്തിൽ ഉള്ള ഒരു മാധ്യമ പ്രവർത്തനം തന്നെയാണ് വേണ്ടത്. പലപ്പോഴും ഈ നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനം എന്നത് അങ്ങനെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷെ ആ നിഷ്പക്ഷം എന്ന് പറയുന്നതിനകത്തൊരു കാപട്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം നമ്മൾ നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുന്നിടത്ത്, ധർമ്മവും അധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടുന്നിടത്ത്, എല്ലാ സമത്വവും അസമത്വവും തമ്മിൽ ഏറ്റുമുട്ടുന്നിടത്ത്, ഇങ്ങനെ എല്ലാ വൈരുദ്ധ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഞങ്ങൾ നിഷ്പക്ഷമാണ് എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും അസത്യത്തെ സഹായിക്കലാകും, അധർമ്മത്തെ സഹായിക്കലാകും. അങ്ങനെ അനഭിമതമായ പലതിനെയും നമ്മൾ സഹായിക്കുകയാകും നിഷ്പക്ഷം എന്ന് പറയുമ്പോൾ. ഞാൻ പറയും, മാധ്യമപ്രവർത്തകർക്ക് ഒരു പക്ഷം ഉണ്ടാകണം, ഒരു പക്ഷം ഉണ്ടാകണം. ആ പക്ഷം എന്ന് പറയുന്നത് അത് ശരിയുടെ പക്ഷമാകണം, അത് സത്യത്തിന്റെ പക്ഷമാകണം, അത് നീതിയുടെ പക്ഷമാകണം. നീതിയും അനീതിയും നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ ഞങ്ങൾ നിഷ്പക്ഷമാണെന്ന് പറയുമ്പോൾ അത് ഒരു പരിധിവരെ അനീതിയെ കൂടി അംഗീകരിക്കലും അതിനെ സഹായിക്കലും കൂടിയായി മാറും, അറിഞ്ഞോ അറിയാതെയോ. അവിടെ നമ്മൾ നിഷ്പക്ഷമെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയില്ല, നീതിയുടെ പക്ഷത്തിൽ നിന്ന് നമ്മൾ പിടിക്കണം. ആ ഒരു പക്ഷം നിങ്ങൾക്കുണ്ടാകണം. അത് മതേതരത്വത്തിന്റെ പക്ഷമാകണം, ഒരു പുരോഗമനപരമായ സമൂഹത്തിന് ചേരുന്ന ഒരു പക്ഷമാകണം, അത് മാനവികതയുടെ പക്ഷമാകണം. എല്ലാത്തിനുപരി അത് മനുഷ്യപക്ഷമാകണം. തീർച്ചയായും നിങ്ങൾക്ക് ആ അർത്ഥത്തിലൊരു പക്ഷം ഉണ്ടാവുക തന്നെ വേണം. നിഷ്പക്ഷം എന്ന് പറയുന്ന നമ്മളിങ്ങനെ മാറി നിൽക്കുന്നതിന് അതൊരു ഹിപ്പോക്രസിയാണ്, ഒരു കാപട്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തീർച്ചയായും ഒരു പത്രം നടത്തുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു മാധ്യമം നടത്തുന്ന ആൾക്ക് അയാളുടേതായ ചില ആശയങ്ങളും ചില നിലപാടുകളും ചില അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. ഇതിന് മുതൽ മുടക്കുന്ന ഒരാൾക്ക് അയാളുടേതായ താല്പര്യങ്ങളുണ്ടാകും, അതൊക്കെ സംരക്ഷിച്ചുകൊള്ളൂ. പക്ഷേ അത് ഈ സമൂഹത്തെ ശരിയായ ഒരു ദിശയിലേക്ക് നയിക്കുന്ന, സത്യത്തിലേക്കും ശരിയിലേക്കും വിരൽ ചൂണ്ടാൻ അവരെ പ്രാപ്തരാക്കുന്ന തരത്തിൽ തന്നെ ആയി മാറണം. അല്ലാതെ ഒരു മാധ്യമ മുതലാളിയുടെ മാത്രം താല്പര്യം സംരക്ഷിച്ച് സമൂഹത്തെ മുഴുവൻ വഞ്ചിക്കുന്ന പ്രവണതയിലേക്ക് മാധ്യമ പ്രവർത്തനം പോകാൻ പാടില്ല എന്ന് തന്നെയാണ് ശക്തമായി അഭിപ്രായപ്പെടാനുള്ളത്. മാധ്യമ പ്രവർത്തനം തീർച്ചയായും അവർക്ക് കൃത്യമായ ഒരു നിലപാടുകളും കൃത്യമായ അഭിപ്രായങ്ങളും ഒക്കെ ഉള്ളവരാണ് മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്നത്. അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം ഇവിടെ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ, ഒരു പ്രത്യേക മാധ്യമത്തിൽ പ്രവർത്തിക്കുന്നവർ ആ ഒരു മാധ്യമത്തിന്റെ നയം തന്നെയാണ് പലപ്പോഴും പിന്തുടരുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു വല്ലാത്തൊരു, അതുകൂടി ഞാൻ പറഞ്ഞു നിർത്താമെന്ന് വിചാരിക്കും. ഞാനൊരു ലഹരി വിരുദ്ധ പരിപാടിയുടെ, ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒന്നാണല്ലോ വർത്തമാനകാലത്ത് ലഹരിയുടെ, അതും മാരകമായ രാസലഹരിയുടെ ഉപയോഗത്തിൽപ്പെട്ട് നമ്മുടെ സ്കൂൾ കുട്ടികൾ മുതൽ ഇങ്ങനെ അതിന്റെ നീരാളിപ്പിടുത്തത്തിൽ പെട്ടുപോകുന്ന ഒരു ദുരവസ്ഥയിൽ എല്ലാ ലഹരികളെയും, ഇത്തരം മാരകമായ ലഹരികളെ പ്രതിരോധിക്കുന്ന ഒരു പരിപാടി, ഒരു വലിയ ഒരു ജനപങ്കാളിത്തത്തോടുകൂടി നടക്കുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടി കവർ ചെയ്യാൻ വേണ്ടി കുറെ മാധ്യമങ്ങൾ വരുന്നു. പക്ഷേ ആ പരിപാടിയുടെ ബാക്ക്ഡ്രോപ്പിൽ അതിന് എന്തോ ഒരു സഹായം നൽകിയ ഏതോ ഒരു മാധ്യമത്തിന്റെ ഒരു ബാനർ ഇങ്ങനെ വരച്ചു കിട്ടിയിട്ടുണ്ട്. ഈ പ്രോഗ്രാം കവർ ചെയ്താൽ വന്ന മറ്റു മാധ്യമ സുഹൃത്തുക്കൾ ഈ ഒറ്റക്കാരണം കൊണ്ട് ആ പ്രോഗ്രാം കവർ ചെയ്യാതെ പോവുക. ഇതൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ഇത് ഒരു നാടിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അപജയത്തിന്റെ ഏറ്റവും വലിയ ഒരു ദുരന്തമുഖത്ത് നിൽക്കുകയാണ് നമ്മൾ, ഈ ലഹരി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഒരു വാർത്ത കൊടുക്കാൻ വന്നവരാണ്. പക്ഷെ അവിടെ പുറകിൽ അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരു മാധ്യമത്തിന്റെയാണ് ഒരു ഇത് കിട്ടിയിരുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസമാണ് ഒരു ഇതിലും വാർത്തകൾ വന്നില്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഇത്രയും ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി തലസ്ഥാന നഗരിയിൽ നടന്നത്, നിങ്ങൾ എന്താണെന്ന് വാർത്ത കൊടുക്കാത്തത്? അപ്പൊ അവർ പറഞ്ഞ മറുപടിയാണ്, ഇത് അവരുടെ ഒരു, അതുകൊണ്ട് ഞങ്ങൾ അത് അവരുടെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വളരെ സംഘടിതരായ ഒരു വിഭാഗമാണ് എങ്കിൽ പോലും എവിടെയൊക്കെയോ ചില ഭിന്നതകൾ അവശേഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും ഈ മാധ്യമ പുരസ്കാരങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെയൊക്കെ വല്ലാതെ, ഞാൻ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ചുമതല വഹിക്കുന്ന ആൾ കൂടിയാണ്. മാധ്യമങ്ങളുടെയൊക്കെ പുരസ്കാരം കൊടുക്കുമ്പോൾ ആ പുരസ്കാരം ഏത് മാധ്യമത്തിന് കിട്ടുന്നു അവർ മാത്രമാണ് ഇതിന്റെ വാർത്ത കൊടുക്കുന്നത്.
മറ്റു മാധ്യമങ്ങളത് കണ്ടതായിട്ടേ നടിക്കാറില്ല. അങ്ങനെ ഓരോ മാധ്യമങ്ങളും ചെയ്യുകയാണ്. വല്ലാത്ത ഒരു നമ്മളെക്കാൾ നിരാശപ്പെടുത്തുന്ന കാര്യമില്ല. നിങ്ങൾ ഒരു വളരെ യുണൈറ്റഡ് ജേർണലിസ്റ്റ് യൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ആ യൂണിറ്റി, ഐക്യം, അത് ഏറ്റവും പ്രധാനമാണ്. അതില്ലെങ്കിൽ പിന്നെ എന്താണ് സംഘടന, എന്താണ് മാധ്യമപ്രവർത്തനത്തിന്റെ ഒരു എത്തിക്സ് എന്ന് പറയുന്നത്, എന്താണ് അതിന്റെ നൈതികത, അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പൊ നിങ്ങൾ തന്നെ പരസ്പരം നിങ്ങൾ തമ്മിൽ ഒരു മത്സരം എന്നൊക്കെ പറയുന്നത് എല്ലാ രംഗത്തും ആരോഗ്യകരമായ മത്സരം ഉണ്ടാകും, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ മത്സരം ഉണ്ടാകുമ്പോഴും ഈ സമൂഹത്തോടാണ് നമ്മുടെ ആത്യന്തികമായ പ്രതിബദ്ധത എന്ന് തിരിച്ചറിയുകയും നൽകേണ്ട വാർത്തകൾ കൃത്യമായി, സത്യസന്ധമായി, നീതിപൂർവം അത് നൽകാനൊക്കെയുള്ള ആർജവം മാധ്യമങ്ങൾക്കുണ്ടാകണം. അതുണ്ടായില്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം കൊണ്ട് സമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലേക്ക് അത് ഗുണം ചെയ്യില്ല. ആ ഒരു ഔന്നത്യത്തിലേക്ക് മാധ്യമ പ്രവർത്തനം ഉയരില്ല. അതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ നിതാന്ത ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന നിങ്ങൾ പറയുന്നതാണ് ഈ സമൂഹം വിശ്വസിക്കുന്നത്. നിങ്ങളുടെ പിന്നാലെയാണ് ഈ സമൂഹം പ്രതീക്ഷയോടെ ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് അവരെ ഒരു കാരണവശാലും അവരുടെ ദിശ തെറ്റിച്ച്, അവർ പോകേണ്ട വഴി നിങ്ങൾ അത് തെറ്റിച്ച് സമൂഹത്തിൽ ഒരു ഭിന്നതയുണ്ടാക്കുന്ന തരത്തിലല്ല, സമൂഹത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന തരത്തിൽ അവരെ ശരിയിലേക്കും സത്യത്തിലേക്കും ഒക്കെ നയിക്കുക എന്ന ആ വലിയ ഉദാത്തമായ ശ്രേഷ്ഠമായ ധർമ്മം അത് നിങ്ങൾ പുലർത്തണം. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പോലെയൊക്കെ എത്ര ഉദാത്തമായ മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട് പത്രപ്രവർത്തന മാധ്യമ രംഗത്ത്. എത്രയെത്ര ആ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ, സാമൂഹ്യ വിപ്ലവങ്ങൾക്ക് തന്നെ നേതൃത്വം നൽകിയ എത്രയെത്ര മുഖപ്രസംഗങ്ങൾ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതൊക്കെ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ പോലും എന്നും ഇടം പിടിക്കുന്നതാണ്. അത്രയേറെ വലിയ സംഭാവന നൽകിയിട്ടുള്ളൊരു വിഭാഗമാണ് നിങ്ങൾ. ആ ഒരു വിഭാഗത്തിന്റെ ഇങ്ങനെ ഒരു പ്രൗഢഗംഭീരമായ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിന്റെ എല്ലാ സന്തോഷവും എല്ലാ അഭിമാനവും ഒന്നുകൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട്, ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് വളരെ വലിയ പ്രശ്നം ആദരവോടുകൂടി അഭിമാനത്തോടുകൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.